അമ്മയ്ക്ക് നല്ല പെയിൻ ഉണ്ട്, പുറത്ത് കാണിക്കാതിരിക്കുന്നതാ. ഞാൻ ആലോചിച്ചിട്ട് ഒരു പഴുതുകൂടി അടയ്ക്കാനുണ്ട്. ഞാൻ കുട്ടിയമായും കൂട്ടിക്കൊണ്ടുപോകാമെന്ന്. പാർട്ടി കാര്യങ്ങൾ ചെയ്ത് തളരുമ്പോ ഒന്ന് ഉല്ലസിക്കാനും വിശ്രമിക്കാനുമുള്ള ഒരു സങ്കേതം. അമ്മയ്ക്ക് വേഗം ആശുപത്രി കൊണ്ടുപോകണം. വേണ്ട മോളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആശുപത്രിയിലൊന്നും പോകണ്ട. ഇല്ല മയെ, അമ്മയ്ക്ക് നല്ല പെയിൻ ഉണ്ട്, പുറത്ത് കാണിക്കാതിരിക്കുന്നതാ. അമ്മ വാ, നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാം. ചെല്ലമ്മേ, കുട്ടിയോടെ തനിച്ചാവില്ലേ? അതൊന്നും സാരമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. ചെല്ലുമയെ വേഗം. ഈശ്വര, വേണു, ഞാൻ ആലോചിച്ചിട്ട് ഒരു പഴുതുകൂടി അടയ്ക്കാനുണ്ട്. മനസ്സിലായില്ല. നടന്നതൊന്നും അറിയാതെ ഊർമിള ഗൾഫിലേക്ക് വിളിച്ചാലോ? കമ്പനിയിലോ ഫ്രണ്ട്സിനെയോ എവിടെ വിളിച്ചാലും ഹരിയുടെ മരണവിവരം അറിയാൻ പറ്റും. ഓ, അത് ഞാൻ ഓർത്തില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു വഴിയുണ്ട്. മായയെ വിളിച്ച് കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. അതുകൊണ്ട് എന്താ പ്രയോജനം? ഹരിയുടെ വിവരങ്ങൾ അറിയാൻ ഗൾഫിലേക്ക് വിളിക്കണമെന്ന് ഊർമിള വാശി പിടിച്ചാൽ? അതിനൊക്കെ വഴിയുണ്ട്. ഊർമിളയുടെ കയ്യിൽ മൊബൈലുണ്ടോ? ഇല്ല. എങ്കിൽ നിന്റെ വീട്ടിലെ ലാൻഡ് ഫോണിന്റെ STD IST ഉടൻ കട്ട് ചെയ്യണം. ഊർമിളയെ സഹായിക്കാൻ വേണ്ടി നീയും മായയെ ഒരുപാട് സഹിക്കുന്നില്ലേ? അല്പം ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും വേണ്ടില്ല. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഊർമിള പുറത്തൊക്കെ പോയി വിളിക്കാൻ സാധ്യത കുറവാ. ആ, എന്നാ പിന്നെ വൈകണ്ട, മായ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. എടുക്കുന്നില്ല. അവിടെ അവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. അമ്മയും മായയും പുറത്തു പോയാലും ഊർമിള ഉണ്ടാണ്ടാണല്ലോ. എന്തായാലും നീ ഇന്ന് തന്നെ മായ കണ്ട് സംസാരിക്കണം. എന്നെ മനസ്സിലായല്ലോ അല്ലേ? അല്ല, അമ്മായിയും മായും കാണുന്നില്ലല്ലോ. അവരെവിടെ പോയി? അവരിവിടെ ഇല്ല. എവിടെ പോയതാ? അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി, ആശുപത്രി കൊണ്ടുപോയിരിക്കുക മായ. കഷ്ടം. ഇനിയിപ്പോ എന്ത് ചെയ്യും? വേണു കുട്ടിയോട് ഒപ്പിടാൻ പറഞ്ഞൊരു പേപ്പർ ഇവിടെ തന്നിരുന്നില്ലേ? അതിലൊപ്പിട്ടായിരുന്നു? എടുക്കട്ടെ. അത് മാത്രം കിട്ടിയാ പോരാ, ഞാൻ കുട്ടിയമായും കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഭാഗ്യത്തിന് മിനിസ്റ്റർക്ക് ഇവിടെ ഒരു പ്രോഗ്രാം വന്നു പെട്ടെ. 10 മിനിറ്റുള്ളിൽ മിനിസ്റ്റർ പോവും. അതിനു മുമ്പ് കുട്ടി തന്നെ നേരിട്ട് ഈ പെറ്റീഷൻ കൊടുക്കണം. ഇനി എന്ത് ചെയ്യും? അത് തന്നെ ഞാനും ആലോചിക്കുന്നേ. ഈ പെറ്റീഷൻ കൊടുത്ത കുട്ടിയുടെ ഹസ്ബൻഡിന്റെ കാര്യം ഓക്കെ ആവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്.
കുട്ടിക്ക് എൻ്റെ കൂടെ ഒന്ന് വരാമോ? വേണുവിനോട് ചോദിക്കാതെ വേണുവാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ. എന്തു പറയുന്നു, വരുന്നോ ഇല്ലയോ? ഇവിടെ ആരും ഇല്ലാതെ അതൊന്നും വലിയ കാര്യമല്ലെന്നേ. കുട്ടിയുടെ ഹസ്ബൻഡിന്റെ കാര്യത്തിന് വല്ല തീരുമാനം വേണമെങ്കിൽ എൻ്റെ കൂടെ വാ. സമയം വൈകുന്നു, പോരുന്നുണ്ടോ? ഇവിടെ ഉള്ളവർ തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് വരാം. ശരി, ഞാൻ വരാം. ആ ഞാൻ ഇങ്ങനെയാ കൊച്ചേ, ഒരാളോട് അല്പം സിമ്പിൾ തോന്നിയാ എന്റെ ചങ്ക് പറിച്ചങ്ങ് കൊടുക്കും. ആ ജെയിംസ് കണ്ട അനാവശ്യം പറഞ്ഞപ്പോ ആദ്യം ഞാനും അങ്ങ് വിശ്വസിച്ചു. പക്ഷേ ഊർമിളയെ വന്ന് നേരിൽ കണ്ടതോടെ എന്റെ ധാരണയെല്ലാം തിരുത്തേണ്ടി വന്നു. ഊർമിള പേടിക്കണ്ട, തന്റെ കാര്യം ഞാൻ ഏറ്റു. സംസ്ഥാന മന്ത്രിയല്ല, ഇനി വേണ്ടി വന്ന കേന്ദ്രമന്ത്രിമാരെ വരെ ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടിക്കും. ദേ പൊങ്ങച്ചൻ പറയണതല്ല കേട്ടോ, ഞാനിങ്ങനെയാ കൊച്ചേ. പരോപകാരി രാമകൃഷ്ണൻ എന്ന് എനിക്കൊരു ഇരട്ട പേര് പോലും ഉണ്ട്. പക്ഷേ ഒരു കാര്യം, ഉപകാരം ചെയ്തു കൊടുക്കുന്നതിന് പ്രത്യുപകാരം പ്രതീക്ഷിക്കരുത് എന്നതിനോടൊന്നും എനിക്ക് അശേഷം യോജിപ്പില്ല. എനിക്കാവുന്നത് ഞാൻ സഹായിക്കും. സഹായം കിട്ടണവര് അവർക്ക് കഴിയണ പോലെ എന്നെയും സഹായിക്കും. ചിലര് എന്നോട് സഹകരിക്കുകയും ചെയ്യും. അത് ചിലപ്പോ പണമായാവും, ചിലപ്പോ മറ്റു പല വിധത്തിലും ആവും. അല്ല, ഊർമിളയ്ക്ക് ലോകപരിചയമുള്ളതല്ലേ, നാട്ടു നടപ്പും രീതികളും മറ്റും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇറങ്ങി വാ. മനസ്സിലായി എന്താ ഊർമിള ചിന്തിക്കുന്നതെന്ന്. ഇവിടെ എന്താ ആളുകളും വണ്ടിയൊന്നും കാണാത്തതെന്നല്ലേ? നമ്മള് മന്ത്രി താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടില്ല. ഇത് അതിനു മുമ്പുള്ള ഒരു ഇടത്താവളം മാത്രം. അതായത് എൻ്റെ ഒരു റെസ്റ്റ് ഹൗസ്. പാർട്ടി കാര്യങ്ങൾ ചെയ്ത് തളരുമ്പോ ഒന്ന് ഉല്ലസിക്കാനും വിശ്രമിക്കാനുമുള്ള ഒരു സങ്കേതം. എനിക്കൊന്ന് ഫ്രഷ് ആകണം. ഊർമിള വാ, അകത്തോട്ടിരിക്കാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആ, അതെന്ത് പണിയാ ഊർമിളെ, അകത്തോട്ടിരിക്കാന്ന്. നിങ്ങൾ അങ്ങനെയല്ലല്ലോ പോരും മുമ്പ് പറഞ്ഞത്. അതൊക്കെ ഓരോരോ നമ്പറുകളല്ലേ കൊച്ചേ. ഊർമിളയ്ക്ക് ഭർത്താവിനെ കണ്ടുപിടിക്കണം, രക്ഷപ്പെടുത്തണം, അത്രയല്ലേ ഉള്ളൂ. ദേ ഈ രാമകൃഷ്ണനേറ്റു ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ഞാൻ ആളെ തന്റെ മുമ്പിൽ കൊണ്ടിട്ട് തരാം. എവിടെ മിനിസ്റ്റർ? നമ്മൾ അങ്ങോട്ടാ പോകുന്നേ. എന്നാ പോകാം. ആ അത് ശരി. രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമസീതയുടെ ആരാന്ന് ചോദിച്ച പോലെ ആയല്ലോ. ഞാൻ കാറിൽ വെച്ച് പറഞ്ഞൊന്നും ഊർമിളയ്ക്ക് മനസ്സിലായില്ലേ? പരോപകാരം, പ്രത്യുപകാരം, നാട്ടുനടപ്പ് ഒന്നും. ഞാൻ പോകുന്നു. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. നോക്ക്, ഞാനും വേണുവിനെ പോലെ ഒരാണ് തന്നെ അടി.
എന്താ മോളെ? അമ്മേ, ഊർമിളച്ചി കാണുന്നില്ല. ഊർമിളയോ? അല്ല, നിമ്മിയെ. ഞങ്ങളെ ചിലപ്പോ വിളിക്കുന്ന അങ്ങനെയാ. നിമ്മി എവിടെ ഒന്നും കാണുന്നില്ല. അത്യാവശ്യം വല്ല സാധനവും വാങ്ങിക്കാൻ പുറത്തു പോയതാവും. ഹലോ, വാട്ട് നോൺസെൻസ്? ഊർമിളെ കാണാനില്ലേ? മായ, നീ എന്താ ഈ പറയുന്നേ? ശരി. എന്താ ഊർമിളച്ചി? എന്തു പറ്റി ഊർമിളച്ചി? എവിടെ പോയതാ? ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തെ? എവിടെ പോയതാ? ഞങ്ങൾ ആകെ പേടിച്ചിരിക്കായിരുന്നു. ആ രാമകൃഷ്ണൻ വന്നിരുന്നു. അയാള് മന്ത്രിയെ കാണാനാണെന്നും പറഞ്ഞ് എന്നെ കാറ് കയറ്റി കൊണ്ടുപോയി. എന്നിട്ട് വന്നു. എവിടെയായിരുന്നു? വേണുട്ടൻ ചെന്ന് ആ രാമകൃഷ്ണനിട്ടൊന്ന് കൊടുക്ക്. എന്താ പറ്റി അത് പറ. അയാൾ ദുഷ്ടന്, വൃത്തികെട്ടവൻ. അയാളുടെ ഉദ്ദേശം വേറെയായിരുന്നു. മായ, നീ എന്താ ഈ പറയുന്നത്? ഞാൻ സത്യം വേണുട്ട പറയുന്നേ. എന്താ മനുഷ്യ ഫോൺ എടുക്കാത്തെ? അതെടുക്കണ്ട, മിനിസ്റ്ററുടെ ഓഫീസിൽ വേണ്ട, അതെടുക്കണ്ട. വേണ്ട. ഓ, വെറും മിനിസ്റ്റർ അല്ല, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എന്ന് കൂടി പറ. എന്റെ മനുഷ്യനെ എന്തിനാ എന്നോട് ഇങ്ങനെ പുളു അടിക്കുന്നത്? മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് പോയിട്ട് ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് പോലും നിങ്ങളെ ആരെങ്കിലും വിളിക്കുവോ? ആ, എന്റെ വീട്ടിൽ നിന്നായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. എടുക്കരുത്. മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് റെക്കമെൻഡേഷൻ. അല്ല, എന്റെ വീട്ടിൽ നിന്നായിരിക്കും. ഓഫീസിൽ നിന്നാണെന്ന്. എടുക്കരുത് എന്താ പറഞ്ഞ? ആരും ഇങ്ങോട്ട് വിളിക്കണ്ട. ശല്യം.
വേണു വേണുവാണോ ഇപ്പൊ ഇങ്ങോട്ട് ഫോൺ വിളിച്ചോണ്ടിരുന്നത്? അതെ, രാമകൃഷ്ണനോടെ. അകത്തുണ്ട്. രാമകൃഷ്ണ, ഏ? ആ, വേണുവോ ഇരിക്കലിയാ? അല്ല പറയട്ടെ. നീ ഊർമിളയുടെ എന്താ കാണിച്ചത്? മിനിസ്റ്ററെ കാണാനുള്ള ഷർട്ടാണ് അളിയാ ഇവിടെ. ഇല്ലേ, നിന്റെ ഒരു മിനിസ്റ്റർ ഊർമിളയുടെ എന്താ കാണിച്ചെന്ന് ഊർമിള അതാര്? നീ അറിയില്ലേ ഊർമിളെ? ഓ ഊർമിള, അളിയ എംബസി പരാതി. മന്ന നായെ, എന്നെ നീ പറ്റിക്കാൻ നോക്കിയല്ലേ? അളിയ പറ്റിക്കലൊന്നും പള്ളിക്കൽ രാമകൃഷ്ണൻ ആ, പറഞ്ഞിട്ടുള്ളതല്ല. പള്ളിക്കൽ രാമകൃഷ്ണൻ ഞാൻ കുറെ നാളെ കണ്ടു തുടങ്ങിയിട്ട് നീ എന്നെ കരുതി അളിയ, ചതിക്കായിരുന്നല്ലേ? അളിയ ലക്ഷ്മി കേൾക്കും ആ, അളിയ. നിന്റെ സ്വഭാവം നിന്റെ ഭാര്യ കൂടി ഒന്ന് അളിയ അറിയട്ടെ. നാറ്റിക്കല്ലേ? അളിയ അളിയ അയ്യോ. അളിയ വേണു വേണ്ട, ലക്ഷ്മി അറിയും, ആകെ കുളവാവും. ദേ, അവൾ ഇപ്പൊ തന്നെ വീട്ടിൽ വിളിച്ചു തുടങ്ങി കാണും. പിന്നെ അച്ഛന്റെ അമ്മയുടെയും മൃദുലയുടെ അടുത്ത് എനിക്ക് കാര്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരും. നീ എവിടെ വേണമെങ്കിലും വിളമ്പിക്കോടാ. ഇനി എനിക്കൊന്നും നോക്കാനില്ല. അളിയ പ്ലീസ്. നിനക്കറിയോ, ഹരി മരിച്ച ഫോൺ വന്നേ ഉള്ളൂ. ഭർത്താവ് എവിടെയോ മരിച്ചു കിടക്കുന്നു. എന്നിട്ടാ നീ ഊർമിളയെ നാണുണ്ടോടാ നിനക്ക്? നീ ഒരു മനുഷ്യനാണോ? അളിയ രാമകൃഷ്ണേട്ടാ, വേണു. അളിയ വേണ്ട, എനിക്കൊരു അബദ്ധം പറ്റിയതാ, ക്ഷമിക്ക്. എന്നെ ഒന്നും ചെയ്യരുത്. അയ്യോ വേണ്ട. ഇല്ല ഇനി നീ എന്റെ കാര്യങ്ങളിൽ ഇടപെടുകയോ ഇല്ല അത് വെച്ച് മുതലെടുക്കുകയോ ചെയ്താ കൊന്നുകളയും ഞാൻ. ഇല്ല ഇടപെടില്ല. എന്താ എന്താ വേണു? നിന്റെ ഭർത്താവിന്റെ കയ്യിലിരിപ്പിത്തിരി മോശ. ലക്ഷ്മി, അവന്റെ ഒരു കാര്യം. ഈശ്വര, എന്റെ ഒരു തലയിലെഴുത്ത്. വന്ന് വന്ന് വീട്ടിൽ കയറി വരെ ആളുകൾ തല്ലാൻ തുടങ്ങി. ഡേയ്, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഒരു തൊള്ള കീറല്. ഞാൻ വായും പൂട്ടി ഇങ്ങനെ ഇരിക്കുന്നതാ നിങ്ങൾ ഇങ്ങനെ വഷളാവാൻ കാരണം. എനിക്ക് മടുത്തു. ഇതിലും ഭേദം ഇത്തിരി വിഷം വാങ്ങിച്ചു തിന്ന് ചാവുന്നതാ. എന്നാ പോയി ചാവ്. വേണ്ടെന്ന് ആര് പറഞ്ഞു? നീ പോയി വിഷം വായിച്ച് തിന്ന്. ഉവ്വ് മനസ്സിലായി നിങ്ങളുടെ ഉള്ളിലിരിപ്പ്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് മലച്ചാ മതിയെന്ന. എന്നിട്ട് വേണമല്ലോ കൊണ്ട അവളുമാരെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റി പാർപ്പിക്കാൻ. എടീ, അതിന് നീ ചാവണമൊന്നുമില്ല. അത് വേണേ ഇപ്പോഴും ചെയ്യും. ആ, ഓ, കയ്യും കാലും കാട്ടി വളച്ചെടുക്കാൻ അല്ലേലും നിങ്ങൾ ആളെ മിടുക്കനാണല്ലോ. വളയാൻ വേണ്ടി നിന്നെ പോലെ രംഭമാര് കെട്ടിയൊരുങ്ങി കാത്തിരിക്കല്ലേ. എന്തിനാ മനുഷ്യ ഇങ്ങനെ ജീവിക്കുന്നേ? വഴിയിൽ വെച്ച ചെണ്ട പോലെ വരുന്നവരും പോകുന്നവരും തല്ലിയിട്ട് പോകുന്നത് പോലെ ആയില്ലേ നിങ്ങളുടെ ജീവിതം? കഴിഞ്ഞ ആഴ്ചയല്ലേ ആ ടാക്സിക്കാരൻ റോഡിലിട്ട് തല്ലിയത്? അതിപ്പോ ഞാനെന്നാ ചെയ്യാനാ? പാർട്ടിയുടെ സംസ്ഥാന കൺവെൻഷന് പ്രവർത്തകരെ കൊണ്ടുപോകാൻ ടാക്സി വിളിച്ചു. പണം കൊടുക്കാൻ ഇല്ലായിരുന്നു. അവര് വന്നിട്ട് പോയി. അതിലിപ്പോ അത്രയ്ക്ക് തെണ്ണം പറയേണ്ട കാര്യമൊന്നുമില്ല. എടി, കൊക്കെത്ര കുളം കണ്ടതാ.